ഹലോ സഹോദരന്മാരെ, ഇത് നമ്മൾ ഡൽഹിയിൽ കാണുന്ന ഈ സമരം ഇത് വെറും ഒരു നീറ്റിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ചോദ്യപേപ്പർ നഷ്ടപ്പെട്ട ചോർച്ചാ പ്രശ്നമോ ഇതൊന്നുമായിട്ടല്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കമാണ്. രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കമെന്ന് ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ എന്നത്, നിങ്ങൾ നോക്കൂ, ബ്രിട്ടീഷുകാർ ഇവിടെ കടന്നു വന്നപ്പോൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കുറേ നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു. ആ നാട്ടുരാജാക്കന്മാർ എന്താണ് അവരുടെ അത് ഇന്ത്യക്കാർ പോലുമല്ല, അവർ മെസ്സപ്പോട്ടേമിയയിൽ നിന്നും ബലൂചിസ്ഥാനിൽ നിന്നൊക്കെ കടന്നു വന്നവരാണ് ഇത് ആര്യവർഗം എന്ന് പറയുന്നത്. അവരിവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ കുറച്ചൊന്നും അറിയാത്ത സാധുക്കളുണ്ട്, വിദ്യാഭ്യാസമില്ല, ബുദ്ധിയില്ല, ഇഷ്ടം പോലെ സ്വത്ത് വകകൾ കിടപ്പുണ്ട്, എല്ലാ നിലയ്ക്കുള്ള സമ്പത്തുകൾ, അത് പറയുന്നില്ല. അപ്പോൾ തടിയാകട്ടെ മറ്റുള്ള ഫലങ്ങളാവട്ടെ എല്ലാം. അപ്പോൾ ഇതിനെയൊക്കെ ഇവർ നോക്കിയപ്പോൾ, ഈ ആര്യന്മാർ നോക്കിയപ്പോൾ ഈ ബുദ്ധിയില്ലാത്ത ഈ സാധുക്കളെ അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കും, അവർ ഭയത്തിലാണ് ജീവിക്കുന്നതെന്ന് ബോധ്യമായി അവരെല്ലാം അവിടെ അടിമകളാക്കിക്കൊണ്ട് അവരിവിടെ സുഖലോലുപരായി ജീവിച്ചു. അവർക്ക് മണ്ണും പെണ്ണും ഇഷ്ടമുള്ള എല്ലാം അവർക്ക് കരുത്തമാക്കി മറ്റുള്ളവരെയൊക്കെ വേറും നികൃഷ്ട ജീവികളെപ്പോലെ കൊണ്ട് അടിമകളായിട്ട് പണിയെടുപ്പിച്ച് ജീവിച്ചു. ആ സാഹചര്യത്തിൽ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ബ്രിട്ടീഷുകാർ കടന്നു വരുന്നത്. അവർ വന്ന് നോക്കുമ്പോൾ നടക്കുന്ന വ്യവസ്ഥ ഇതാണ്. കാരണം എന്താ, ഇവിടെ ഈ കുറേ സാധുക്കൾ, നാൽക്കാലികളെപ്പോലെ പണിയെടുക്കുന്ന കുറേ സാധുക്കൾ, അവരെ പണിയെടുപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറേ മേലാളന്മാർ. അപ്പോൾ ഈ മേലാളന്മാരെ കൈയെടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ മണ്ണും പെണ്ണുമൊക്കെ ഇവർ കൊടുത്തുകൊണ്ട് അവർ കേന്ദ്രഭരണമായി മാറിക്കൊണ്ട് ഈ സാധുക്കളെ കൊണ്ട് അവരും ചെയ്യിപ്പിച്ചു വന്ന ഇതാണ്. അപ്പോൾ ഇവർക്ക് നോക്കും, ഇവിടെയുള്ള ഈ സവർണവർഗം അവകാശപ്പെടുന്നവർ നോക്കുമ്പോൾ മറ്റവരുടെ കീഴിൽ സുഖമായിട്ട് നിന്നാൽ മതി, ഇവർക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടുന്നു. അങ്ങനെ വന്ന് ജീവിച്ചിരുന്ന ഈ അസ്വാതന്ത്ര്യത്തിൽ കിടന്ന് പിടഞ്ഞ അസാദത്തിൻ്റെ ചങ്ങലയിൽ കിടന്ന് പിടഞ്ഞ് ഇന്ത്യയെ രക്ഷിക്കാനായിട്ടാണ് മഹാന്മാരായിട്ടുള്ള കുറേ സാരഥികൾ ഇറങ്ങിയത്. അതിൽ ഒന്നാമനായിട്ട് നിന്ന് മഹാനായ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ അഹോരാത്രം പാടും പ്രവൃത്തിയും പരിശ്രമവും കൊണ്ട് എല്ലാവരെയും അണിനിരത്തിച്ചുകൊണ്ട് ഇന്ത്യയിലെ ചുരുക്കി ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഇട്ടുപോയ ഒരു കാളക്കുട വിഷമാണ് എന്താ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളൊരു തിയറി രണ്ടാം ബ്രിട്ടീഷുകാരായിട്ടുള്ള ഈ സവർണന്മാരുടെ കയ്യിലിട്ടിട്ട് പോയി. അവർ അതിനെ ഉപയോഗപ്പെടുത്തി. ആദ്യമായിട്ട് അവർ തുടക്കം കുറിച്ചത് തന്നെ മഹാനായ മഹാത്മാഗാന്ധിജിയെ കൊന്നുകൊണ്ടാണ്. ആ രക്തസാക്ഷിത്വത്തിലേക്ക് മാറ്റി അദ്ദേഹത്തെ കൊന്നിട്ടാണ് അവർ ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടാം ബ്രിട്ടീഷ് ഭരണം. അങ്ങനെ അവിടുന്ന് വളരെ കൊന്നും കൊടുത്തും വളരെ സൈലൻ്റായിട്ട് അവർ വളർത്തിയെടുത്ത ഒരു രാജ്യദ്രോഹ പ്രസ്ഥാനമാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത്. അവരതിനെ വളർത്തിയെടുത്തുകൊണ്ട് അത് ഏകദേശം ശക്തി പ്രാപിച്ചെന്നവർക്ക് ബോധ്യമായപ്പോൾ ബ്രിട്ടീഷ് എന്താണോ ബ്രിട്ടീഷ് കിരാതന്മാരിവിടെ നടത്തിയിരുന്നത് ഇന്ത്യയിൽ, അതേ കണക്കെല്ലാം അവർ ആവർത്തിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്നത് മുഴുവനും. ഇതൊരു നീറ്റ് പരീക്ഷ മാത്രമല്ല. നോക്കൂ നിങ്ങൾ, ഇന്ന് ഈ മതേതരവാദികൾക്ക്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ഇവിടെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല, സ്വതന്ത്രമായിട്ട് ആരാധിക്കാൻ കഴിയുന്നില്ല, സ്വതന്ത്രമായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, സ്വതന്ത്രമായിട്ട് വസ്ത്രം ധരിക്കാൻ കഴിയുന്നില്ല, സ്വതന്ത്രമായിട്ട് വിദ്യാഭ്യാസം നടത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഏകദേശം അവരുദ്ദേശിച്ച കാര്യങ്ങളിലേക്ക്, ഈ രണ്ടാം ബ്രിട്ടീഷ് ഉദ്ദേശിച്ച കാര്യങ്ങൾ നീങ്ങി വരികയാണ്. ഇനി അവസാനമായിട്ട് അവർക്ക് ഏക ഭരണം വേണം, ഏക സിവിൽ കോഡ് വേണം, ഒറ്റ നിയമമാക്കണം. ഇതിനു വേണ്ടി ഒരു വിവരമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത കുറേ എണ്ണത്തിന് ഇങ്ങനെ ആയുധങ്ങളും കൊടുത്ത് കുറേ അടിയും വെട്ടും കുത്തും പഠിപ്പിച്ചിട്ടിരിക്കുന്നു. അവർക്ക് ഒന്നും കിട്ടണ്ട, എന്തെങ്കിലും ഒരു നക്കാപ്പിച്ചാൽ മതി. അവർക്ക് പിന്നെ ഇഷ്ടം പോലെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അന്യവൻ്റെ മുതൽ കയറി അപഹരിക്കാം, അന്യവൻ്റെ പാവപ്പെട്ട പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യാം, എന്ത് ക്രൂരതയും കാണിക്കാനുള്ള ഒരു ലൈസൻസ് മാത്രമാണ് അവർക്ക് കൊടുത്തേക്കുന്നത്. അവർക്കതിൽ തൃപ്തരാണ്. ആ കാലാൽപ്പടകളെ വെച്ചുകൊണ്ടാണ് ഈ കളി മൊത്തം കളിക്കുന്നത്. ഈ സ്വന്തം വിദ്യാഭ്യാസം പോലും നേരെ ചൊവ്വയും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഈ സമരത്തിനിറങ്ങിയ സഹോദരി മരണപ്പെട്ട്, ലാത്തിയുടെ അഗ്രത്ത് 4 ഇഞ്ച് ആണി അടിച്ച് തറച്ചു വെച്ചുകൊണ്ട്, അതുകൊണ്ടാണ് നമ്മളെ കുഞ്ഞുങ്ങളെ, നമ്മളെ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, നാളത്തെ ഈ ഇന്ത്യയുടെ പാപികളായി വരേണ്ടവരെ അടിച്ച് കൊന്ന് ഒരു സഹോദരി മരിച്ചു, ഒരു മകൾ മരിച്ചു. ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ അവർക്ക് അർപ്പിക്കുകയാണ്. അപ്പം ഈ രണ്ടാം ബ്രിട്ടീഷ് ഭരണത്തെ കരുതിയിരിക്കണം. ഇതിനെതിരെ സകല ജനാധിപത്യ സ്നേഹികളും ഒന്നിക്കണം. എല്ലാ മതങ്ങളെയും മാറ്റി നിർത്തി, എല്ലാ പാർട്ടികളെയും മാറ്റി നിർത്തിക്കൊണ്ട് ജനാധിപത്യത്തെ രക്ഷിക്കാൻ, ഇവിടുത്തെ ഭരണഘടനയെ സംരക്ഷിക്കാൻ
ഒന്നിക്കണം. അത് വാക്കുകൊണ്ടാണോ, പ്രവൃത്തി കൊണ്ടാണോ, സമ്പത്ത് കൊണ്ടാണോ, സമയം കൊണ്ടാണോ, എങ്ങനെയൊക്കെ ഓരോരുത്തർക്കും കഴിയുമോ അങ്ങനെയെല്ലാം ഇതിന് ശബ്ദമുയർത്തണം, അങ്ങനെയെല്ലാം പ്രവർത്തിക്കണം. ഈ ഒരു കിരാത ഭരണത്തെ, ഈ രണ്ടാം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ഒരു രണ്ടാം സ്വാതന്ത്ര്യം നമ്മൾക്ക് നേടണം. അതിന് എല്ലാവരും തയ്യാറെടുക്കണം. അതിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഹിതമായിട്ടാണ് ഇന്ന് നടത്തുന്ന ഈ കോക്രോച്ച് പാർട്ടിയുടെ ഈ അണിനിരക്കലും. പെട്ടെന്നുണ്ടായ ഒരു ശക്തിയാണത്. അതിനെ തകർക്കാൻ ഇനി കഴിയില്ല. പെട്ടെന്നുണ്ടായി. അതാ പറഞ്ഞാൽ ഞാൻ എടുത്ത് മനഃപൂർവ്വം പറഞ്ഞാണ്, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഒരു കാരുണ്യമാണ്. കാരണം ഒരു കിരാതന്മാരെയും ഒരിക്കലും ഒരു പരിധി കഴിയുന്നിടം വരെ വെച്ചിരിക്കില്ല. ഒരു പരിധി, ഒരു സമയം അവർക്ക് കൊടുക്കും. എത്രയൊക്കെ ക്രൂരത കാണിച്ചാലും അത് കഴിഞ്ഞ് അവർ വളരില്ല. അതിൻ്റെ ഒന്നാമത്തെ ഉത്തമ ഉദാഹരണമാണ് കോക്രോച്ച് പാർട്ടി. അത് ഈ ഈ ഇന്ത്യയുടെ ശബ്ദമാണ്, ഈ ഇന്ത്യയുടെ യശസ്സാണ്, ഇന്ത്യയുടെ ആരോഗ്യമാണ്. അവരെ തറക്കാൻ കഴിയില്ല. എല്ലാവരും ഈ ജനാധിപത്യത്തോടൊപ്പം അണിചേർന്നുകൊണ്ട് ഇത് വളർന്നു വരണം. ഈ രണ്ടാം ബ്രിട്ടീഷ് ഭരണത്തെ ഇവിടെ അവസാനിപ്പിക്കണം. അതിന് എല്ലാ പാവങ്ങളും എൻ്റെ ഭാഗത്ത് നിന്ന് നേരുന്നു.